പാല ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു വിദ്യാർത്ഥികളെയാണ് നായി കടിച്ചത്. അതുകൂടാതെ പരിസരവാസികളായ 3-4 പേരെ നായി കടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു നായ ചത്തിട്ടുണ്ട്. ആ ചത്ത് ഞങ്ങളിപ്പം വയനാട് ലക്കിടിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകാൻ. പഞ്ചായത്തിന്റെ വാക്സിനേഷനാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുഴുവൻ വാർഡുകളിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാളെയാണ് ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡും 3ാം വാർഡും വാക്സിനേഷൻ ചെയ്യുന്നത്. പരമാവധി നായകളെ ഞങ്ങൾ വാക്സിനേഷൻ ചെയ്യാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇന്ന് ഭ്രാന്തനായ കടിച്ച് എന്നുള്ള വിവരമാണ് ഞാൻ കിട്ടുന്നത്. മറ്റു നായകളൊക്കെ കടിച്ചതിന്റെ ഭാഗമായിട്ട് തന്നെ നാളെ വാക്സിനേഷനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ മൃഗസംരക്ഷണ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവരെ ഡോക്ടറെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പഞ്ചായത്തിലേക്കും സെക്രട്ടറിക്ക് രേഖാമൂലം നമ്മൾ അത് ഇങ്ങനെ വിഷയം ഉണ്ടായത് കൊടുത്തിട്ടുണ്ട്. ഒരു കുട്ടി രാവിലെ സ്കൂളിലേക്ക് നടന്നു വരുന്ന വഴിക്ക് ആണ് ബസ് ഇറങ്ങി ഇങ്ങോട്ട് സ്കൂളിലേക്ക് വരുന്ന വഴിക്ക് വെച്ചിട്ടാണ് കടിയേറ്റിരിക്കുന്നത്. മാത്രമല്ല സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള തന്നെ 2 വ്യക്തികളെ കൂടെ ഈ പട്ടിയാണെന്നാണ് വിചാരിക്കുന്നത്. ഒരു ഭ്രാന്തനായ ഓടി വന്ന് അടിച്ച് ഈ 3 പേരിപ്പോൾ ഇവിടുന്ന് 3 ടീച്ചേഴ്സും പാരന്റും കൂടിയിട്ട് കുട്ടിയെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പം അവരെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു മറ്റ് 2 പേർ കടിയായിട്ട് 2 പേരും കൂടെ അവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ഒരു ക്യാമ്പ് നടത്തുന്നുണ്ട് ഇവിടെ. ഈ പരിസരത്തുള്ള സ്കൂളിനെ ചുറ്റുപറ്റി വരുന്ന പട്ടികൾക്ക് വാക്സിനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നാളെ രാവിലെ എത്തും എന്നുള്ളതാണ് അറിയിച്ചത്. $850 ആയി കാണും. ഇതിലെ ഈ മുറ്റത്ത് കൂടെ വന്ന് ബാക്കിൽ വന്ന് ഞാൻ ചാവി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കയറി ഇങ്ങോട്ട് ഇറങ്ങി. ചാവി വേണമെന്ന് പറഞ്ഞപ്പോഴേ ഇങ്ങോട്ട് ഇറങ്ങി ചാവി എടുക്കാൻ വേണ്ടിയിട്ട് എത്തിയിരുന്നു. അപ്പോഴാണ് നായ വന്നത്. ഒരു വെളുത്തിട്ടൊരു നായയാണ്. അതിൻ്റെ മുഖമൊക്കെ എന്തോ ഒരു വികൃതം പോലെ ഉണ്ട്.